ഒരു വർഷത്തോളമായി 58-കാരന്റെ ശ്വാസകോശത്തിൽ കുടുങ്ങിയിരുന്ന എല്ലിൻ കഷ്ണം പാലാ മാർസ്ലിവ മെഡിസിറ്റിയിൽ പൾമണറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സയിലൂടെ പുറത്തെടുത്തു. പൾമണറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ജെയ്സി തോമസ്, കൺസൾട്ടന്റ് ഡോക്ടർ രാജ് കൃഷ്ണൻ എസ് എന്നിവരും ചികിത്സയുടെ ഭാഗമായി. സുഖം പ്രാപിച്ച രോഗി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒരു വർഷത്തോളമായി ശ്വാസകോശത്തിൽ കുടുങ്ങിയിരുന്ന എല്ലിൻ കഷ്ണം പുറത്തെടുത്തു. ഇടുക്കി തോപ്രാംകുടി സ്വദേശിയുടെ ശ്വാസകോശത്തിലാണ് എല്ലിൻ കഷ്ണം കുടുങ്ങിയിരുന്നത്. ചുമയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ ഇദ്ദേഹം ചികിത്സ തേടിയിരുന്നു. ചുമ കുറയാതെ വരികയും ന്യൂമോണിയ ബാധിക്കുകയും ചെയ്തപ്പോഴാണ് പാലാ മാർസ്ലിവ മെഡിസിറ്റിയിലെ പൾമണറി വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ തേടിയെത്തിയത്. മാറാത്ത ചുമയുടെയും ന്യൂമോണിയയുടെയും ഒരു കാരണം ശ്വാസനാളിക്കുള്ളിൽ കുടുങ്ങിയ എന്തെങ്കിലും വസ്തുക്കളാകാൻ സാധ്യതയുള്ളതിനാൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മുൻകാലത്തുണ്ടായ കാര്യങ്ങൾ തിരക്കി. ഒരു വർഷം മുമ്പ് ഭക്ഷണം കഴിച്ചപ്പോഴുണ്ടായ അനുഭവവും അസ്വസ്ഥതകളും രോഗി പങ്കുവച്ചു. പൾമണറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ മെറിൻ യോഹന്നാന്റെ നേതൃത്വത്തിൽ തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ശ്വാസകോശത്തിൽ ഇടതുഭാഗത്തായി എല്ലിൻ കഷ്ണം കുടുങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പി ചികിത്സയിലൂടെ എല്ലിൻ കഷ്ണം പുറത്തെടുക്കുകയായിരുന്നു. 1.5 സെന്റിമീറ്ററോളം വലുപ്പമുള്ള എല്ലിൻ കഷ്ണമാണ് ശ്വാസകോശത്തിൽ കുടുങ്ങിയിരുന്നത്. പൾമണറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ജെയ്സി തോമസ്, കൺസൾട്ടന്റ് ഡോക്ടർ രാജ് കൃഷ്ണൻ എസ് എന്നിവരും ചികിത്സയുടെ ഭാഗമായി സുഖം പ്രാപിച്ച രോഗി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. i4 ന്യൂസ് പാലാ.